പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ചിമ്മിനി വിളക്ക് കത്തിച്ചക്കണ പരിപാടി. അത് നമ്മളോട് ഇട്ടോ. നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അങ്ങനെ ഇറക്കുള്ളൂ. ഗൈസ്, അങ്ങനെ അതാ നമ്മള് നോമ്പറക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ കടക്കാണ്. ഇന്ന് ഒന്നുമില്ല കേട്ടോ, അതാണ് സ്പെഷ്യൽ. ഇന്ന് നമ്മള് നോമ്പറക്കാനായിട്ട് പൂളിയും ഇറച്ചിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പൂള ചിക്കൻ അങ്ങനത്തെ ആ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ജ്യൂസും. അങ്ങനെ പൊരിക്കടിയും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് മഴ ഉണ്ട് തോന്നുന്നുണ്ട്, നല്ല മഴക്കാറും അതുപോലെ തന്നെ കാറ്റും ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കണ്ടോ നിങ്ങള്? ഇന്ന് രാത്രി പെരുമഴ ഉണ്ടാവാനാണ് സാധ്യത. അപ്പൊ ഇത്രയും നേരം ഒന്ന് ചാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല കാർമേഘം ഉണ്ട് കേട്ടോ. ബാബുവിനെ സാധനം വാങ്ങാൻ വേണ്ടി പോയിക്കാണ്. കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ മുന്നില്. ഇന്നെന്താ അമ്മ സ്പെഷ്യല്? അതെ ഗൈസ്, ഇന്ന് ഇറച്ചിയും പൂളയാണ്. അപ്പൊ ഉമ്മാന്റെ ഇറച്ചിയും പൂളിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. കറണ്ട് പോയിക്കണ്, മഴയും ഒക്കെ വരുന്നോണ്ട് തന്നെ മമ്മീസ് ഇവിടത്തെ ഭയങ്കരമായി ഉണ്ടാക്കല് പായണ. ഇമ്മ അതവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മമ്മ ഓയ്, എന്റെ കുട്ടിക്ക് തീരെ വയ്യ ഗൈസ്. അപ്പൊ ബാബു വന്നിങ്ങനെ കേട്ടോ. അതന്നെ ബാബുവോ, എന്താണ് അന്തരീക്ഷത്തിനൊരു മാറ്റം? നല്ല മഴ അല്ലേ? എന്താണ് സ്ട്രോബെറി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ബാബു ഇപ്പൊ കടയിൽ നിന്ന് വന്നതാണ് കേട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അല്ലേ ബാബു? തോന വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കണം ഗൈസ് അല്ലേ? ഭയങ്കര ചൂടെടുത്ത് വരാം. നല്ല കാറ്റുണ്ട്. കാറ്റ് ഭയങ്കര പേടിയാണ്. പക്ഷെ അടുത്തറിഞ്ഞ ഒരുപാട് മരങ്ങളൊക്കെ ഉണങ്ങിയ ടൈമാണ്. പല പെരന്റെ മരക്ക് പോകണല്ലേ സീനാവും. അപ്പൊ കഴിച്ച് നമുക്ക് കുറച്ച് ടൈം വൈകിട്ടുണ്ട്. അപ്പൊ 2 ദിവസം ഞങ്ങള് ലോങ് വീട് ഇട്ടിട്ടില്ല. നമ്മളെ ഇന്നലെ ഞാൻ ഒരു പ്രമോഷൻ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഇവിടെ ഒന്നും ഇവിടെ ഇല്ലല്ലേ. ഇനിയിപ്പൊ നാളൊക്കെ ഇല്ല ഇവിടെ. അമ്മായിത്തൊരു കുറച്ച് ബിസിയാണ് ഇപ്പോഴത്തെ ടൈമില്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ അലമ്പിച്ചിട്ട് അടുക്കളയിൽ ഒന്നാകെ തിരിയണ കാര്യങ്ങളൊക്കെ ഉണ്ടാവാ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് എന്താണ് ഇമ്മാന്റെ ഇറച്ചി പൂളിന്റെ റെസിപ്പി അറിയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് അത് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളൂ. ബാബു ആ കാനം കുറെ നേരമായിട്ട് കൈ പിടിച്ചിക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് ഉമ്മാന്റെ ഉമ്മാന്റെ റെസിപ്പി എങ്ങനെയുണ്ട് നോക്കി നോക്കാം. കിച്ചണ് ഇന്ന് കറണ്ട് പോയിക്കണ് കേട്ടോ. മഴ പെയ്യുന്നോണ്ട് തന്നെ കറണ്ട് പോയിക്കണ്. കണ്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ വീഡിയോ കണ്ടോക്കാം. ചെക്കന്മാരവിടെ ടെറസമ്മ നല്ല കളിയാണ് കേട്ടോ. മഴയത്ത് ഇവിടുന്ന് അങ്ങോട്ട് അധികം ഇതാവണില്ല. എൻജോയ് ചെയ്യാണ് കുട്ടികൾ. അവിടെ പൂള കൊണ്ടിട്ടുണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചിക്കൻ ബത്തക്ക. തീർച്ചയായോണ്ട് തന്നെ അധികം വിശദീകരിക്കാനൊന്നും ഇവിടെ ടൈമില്ല. അപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മഞ്ഞപ്പൊടി. കരണ്ടുമില്ല, ഒന്നുമില്ല, ഒരു കഥയും. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ റെസിപ്പി ഇടാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കറണ്ട് പോയോണ്ട് തന്നെ നമുക്ക് കറക്റ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇതാ പൂള ഇതാക്കാൻ വേണ്ടിങ്ങാണ്ട് വേറെ പാത്രത്തേക്ക് ചിക്കൻ കറി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മളിതാ സ്ട്രോബെറി ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നിന്നപ്പോഴത്തേനും കറണ്ട് പോയിട്ടാ. മിക്സി കൊണ്ടുള്ള ഒരു പരിപാടി നടക്കില്ല. ഇതെന്താണിത്, ഉറങ്ങേ? എങ്ങനെ നല്ല കാറ്റപ്പോ സൈഡാ ചെയ്യണം. മയത്ത് കറങ്ങാൻ പോകുന്നില്ല. അപ്പൊ കൈ മാത്രം മയത്താ. ഫസ്റ്റ് മഴ ഇതന്നെ രാത്രി പോകും. മഴ ഉള്ള വേണ്ടിക്കാണ്ട് ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ടാ ഞാനും പോകും. ഇമ്മ പിന്നാലെ ഫസ്റ്റത്തെ മഴ ഉണ്ടാ പനി പിടിച്ചെന്നറിയാം. മഴ സണ്ടല്ല കാറ്റ്. പക്ഷെ മഴ പെയ്തില്ല, ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ. കറണ്ട് ഒന്നുമില്ലല്ലോ. ജ്യൂസിനെ കൂടി നോമ്പറക്കണ്ടേ. പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ചിമ്മിനി വിളക്ക് കത്തിച്ചക്കണ പരിപാടി. അത് നമ്മളോട് ഇട്ടോ. നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അങ്ങനെ ഇറക്കുള്ളൂ കേട്ടോ. 2 എണ്ണം ഉണ്ട്.
ഇങ്ങനത്തെ വിളക്ക് ആരെങ്കിലും വീട്ടിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടാ. നമ്മളെ പണ്ടത്തെ ചിമ്മിനി വിളക്കാണിത്. അപ്പം ഇതുള്ളതുകൊണ്ട് ഇന്ന് ഇഷ്ടത്ത് ഇങ്ങനെ നിൽക്കണ്ട അല്ല മാക്കൊന്ന് ഇതാ. അതേമാതിരി ഈ സൈഡിലും ഒന്ന്. അപ്പോൾ പൂളൻ്റെ റെസിപ്പി ഒക്കെ ഇടണമെന്ന് വിചാരിച്ചാണ് കരണ്ട് ചതിച്ച്. അപ്പം എന്തായാലും പൂള വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ആവുണ്ടോ അറിയില്ല. ഇതന്നെ ഞാൻ വിളക്കെടുത്ത് വെച്ചിട്ടാണ് കാണിക്കണത്. അപ്പം കണ്ടോ ഫുൾ അയച്ചുണ്ട്. 2 ട്രിപ്പൊക്കെ ആണല്ലോ. അതൊക്കെ പോയി തിന്ന് തീർക്കും അഭാവകാലം. അപ്പോൾ ഗൈസ് കറണ്ട് പറഞ്ഞല്ലോ, ഇല്ല കറണ്ട് ഇല്ല. അപ്പോൾ ഇന്നക്കത്തെ നോമ്പർക്കലിന് ജ്യൂസ് ആവുമോ എന്ന് ഭയങ്കര സംശയമാണ്. ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കറണ്ട് വന്നാൽ ഒന്ന് പായിപ്പിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ 2 ദിവസത്തെ നമ്മളെ 9ഉം 10ഉം നോമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് എത്രാമത്തെ നോമ്പമ്മ? അതെ 9ഉം 10ഉം നോമ്പിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബിസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി. നമ്മളിവിടെ ഇല്ലായിരുന്നു, ഷൂട്ടൊക്കെ ആയിട്ട് പുറത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കാഞ്ഞ് കേട്ടാ. അപ്പം ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് ഇങ്ങനെയായി. അപ്പം ഗൈസ് ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ ഒന്നുമില്ല കേട്ടോ. ബാബു സിറ്റ് ഔട്ടിൽ മലിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഷാൾ ഇട്ടിട്ട് രസമല്ല. നമ്മൾ വീട്ടിൽ പണിയെടുക്കുമ്പോൾ ഈ ഒരു ലുക്ക് തന്നെയാണ് എപ്പോഴും ബെറ്റർ. ഷാളിങ്ങനെ മുന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. എൻ്റെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇമ്മാൻ്റെ പൂളൊരു വിധമായിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ്? അതെ ഒരു മല്ലത്തര മണി കണ്ടുകൊണ്ടിരിക്കണത്. കുറച്ച് ബലം പിടിക്കണം. ഉമ്മ ഇപ്പം പറയാട്ടാ പാൽക്കപ്പ ഉണ്ടാക്കിയാൽ മതിയെന്ന്. ഇത് പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കല്? പാലൊഴിക്കല്ലേ ഇതിക്ക്? അപ്പം എന്തായാലും ഇപ്പം നമുക്ക് നോമ്പറന്നിട്ടിടാം. ഗായ്സ് നമ്മളിത് നല്ല സ്ട്രോബെറി ജ്യൂസ് കഴിഞ്ഞ നോമ്പിന് ഉണ്ടാക്കിയ സ്ട്രോബെറി ജ്യൂസ് പാളിപ്പോയി. ഇപ്രാവശ്യത്തെ അങ്ങനെ ആവില്ല കേട്ടോ. നമ്മൾ ഫുള്ള് പ്രിപ്പയർഡാണ്. എന്താ നിങ്ങൾക്ക് എത്ര വലിയ സംശയം? മാവറായാലും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഗായ്സ് ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പ് ഗായ്സ്. ഞങ്ങൾ ജനലൊക്കെ തുറന്നിട്ട് കണ്ട് ബെഡ്മ കിടക്കുന്നില്ല ഇത്രയും നേരം. ബാവോ പക്ഷെ വേറെ സംഭവം, ഒരു ദിയാശാന അക്കൗണ്ടിൽ നിന്ന് കുറേ ദിവസമായി ഒരു ഹായ് പറയുമോ ദിയക്കുട്ടി പറഞ്ഞ ഒരു മൂക്ക് വേണ്ടി എന്നോട് ഒരു ഹായ് പറയാൻ പറയുന്നത്. നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബറാണ്. ഒരു ഹായ് പറയാന്ന് പറഞ്ഞു ദിയക്കുട്ടി. അപ്പോൾ എന്താണ് ദിയ ഹായ് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. അപ്പം ഞാനല്ല ബാബുവാണ് കൂടുതലും കമന്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിനോട് ഇങ്ങനെ കാര്യം പറയുമ്പോൾ മാത്രമേ ഞാൻ അതൊക്കെ അറിയലുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ തന്നിട്ടുണ്ടാവും. അപ്പം എന്തായാലും ലേറ്റ് ആയതിന് സോറി. കുറെ മെസ്സേജ് അയച്ചിരുന്നോ? അപ്പം എന്തായാലും കുറച്ച് ലേറ്റിന് കമ്മി ഉണ്ട് കേട്ടാ. ഇരുട്ടായി എന്നാൽ പുറത്തൊന്നാ ഇരുട്ടാണ് ഇപ്പോൾ. അപ്പം ബാഗ് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. ഇക്ക് കോട്ടാവ് ഇട്ടിട്ട് നിൽക്കാവേ. എപ്പം തുടങ്ങിയ കോട്ടാവിയെന്നറിയോ? ബാബുണ്ടല്ലോ ജി വീഡിയോ എടുക്കാൻ വന്ന കോട്ടാവ് ഇടാതെ ഇറങ്ങാണ്ട് വലിച്ചിടുന്നതാണ്. ബത്തൊക്കെ മുറിച്ചോ ബാബു? അല്ല ബാബു, ഇവിടുത്തെ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവും, ഈ ബാബുവിന് ബത്തക്ക മാത്രമേ ചെത്താൻ കൊടുക്കണുള്ളൂ. എല്ലാ വീഡിയോയിലും ഉണ്ടാവും ഒരു ബത്തക്ക പോലെ സീനില്. പണ്ടിട്ട് നല്ല ബത്തക്ക തോന്നുന്നുണ്ടല്ലേ? റംസാനായാലും ബത്തക്ക ഒരു എല്ലാ വീട്ടിലും വികാരമാണ്. ഒന്നാമത് നല്ലൊരു ചൂടിലേ നല്ലൊരു കൂള് കിട്ടും. അത് ഈ നോമ്പിന്റെ ടൈമിലാണല്ലോ ഈ ബത്തക്ക കൂടുതൽ ഇറങ്ങണതില്. അപ്പൊ ഗൈസ് ഇവിടെ തകൃതിയാണ് ബത്തക്ക മുറിക്കുക. ഇമ്മ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആരോടോ നല്ല സൊള്ളലാണ്. ഇന്നലെ അത്താഴത്തിന്റെ കമന്റില് അല്ല നോമ്പർ കമന്റിൽ നിങ്ങൾ ഇന്നലെ നോമ്പറക്കുന്ന വീഡിയോ ഇട്ടാല് പല ആൾക്കാർക്കും നോമ്പറക്കാനുണ്ടാവില്ല. ഒരു സന്തോഷമാണ് അല്ലേ? എന്താ പറയാ, ഈ എനിക്കൊരു സംശയം അങ്ങനെ പറഞ്ഞവരോട്. ഇപ്പോൾ അത്താഴത്തിന് അല്ലെങ്കിൽ നോമ്പറക്കാൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഫോണ് കാണാനും നേരം ഉണ്ടാവും. എനിക്കറിയില്ല. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും ഇല്ലാത്തവരേക്കാരം. നമ്മളെ സന്തോഷം ഷെയർ ചെയ്യണ അത്ര മാത്രം. ഒരാളെ വേദനിപ്പിക്കാനോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല. വലിയ ഫുഡൊന്നുമില്ലല്ലോ, സാധാരണക്കാരന്മാരില്ല.
ഒരു വത്തക്ക ഉണ്ടാവും, ഒരു മുന്തിരി ഉണ്ടാവും, ഒരു ജ്യൂസും ഉണ്ടാവും. ഇതല്ലാതെ നമ്മളതിൽ അങ്ങനെ ആർഭാടം കാണിക്കാൻ വേണ്ടി കണ്ടോ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ നോമ്പൂറ്റി കണ്ടെത്തുന്ന മറ്റുള്ള കാട്ടുകൾ നമ്മള് സന്തോഷം കാണാത്തൊരു കാണണ്ട അങ്ങനെ സ്കിപ്പ് അടിച്ചാൽ തോണ്ടി പോവാം. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, ഓർക്ക് നമ്മളെ സന്തോഷം കാണാൻ വേണ്ടി നമ്മളെ വീട്ടിടുന്നല്ലേ. ഞാനും വായിച്ചിരുന്നത്, ഞാൻ പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാൻ കപ്പ ബിരിയാണി, പൂളയും ബീഫും, പിന്നെ കപ്പയും ഇറച്ചിയും, അങ്ങനെ പല പേരുണ്ട്. ബാബു സാധാരണ ഞാൻ നോമ്പില്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവും കേട്ടോ. നാമച്ച് പകുതി മുക്കാലൊക്കെ അയച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇത്. അധികൾക്ക് ഇഷ്ടമുള്ള കുട്ടിക്കാരോ ഈ ഇറച്ചിപ്പുളിയൊക്കെ നമ്മുടെ പക്ക ഭാഗത്ത് ഇറച്ചിപ്പുളി നോമ്പ് വെക്കുമ്പോ ആരെങ്കിലും ഇറച്ചിപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ടാവോ? ഇപ്പൊ നോമ്പറഞ്ഞതിന് വരെ സാധനം കൊടുക്കുന്നുണ്ട്. അത് കപ്പ എന്താണ്, പാൽക്കപ്പ ഇറച്ചിപ്പുളിയൊക്കെ ഉണ്ട്. വെറൈറ്റി ഫുഡല്ലേ. ഫിഷ് കുറച്ച് ഗ്യാസ് കയറും, പൊട്ടി തീർപ്പല്ലായിരുന്നു. അത്താഴത്തൊരു ഇതാണെങ്കിൽ നല്ല സാറായില്ലോ. അതേ കുറച്ച് കമ്മി അംശമുണ്ട്. നോമ്പൊക്കെ നോറ്റ് നമ്മള് ഇടുന്നല്ലോ. നോക്ക് ബാഗ് പെട്ടെന്ന് കൊടുത്തു ഗൈസ്. ഞങ്ങൾ അവിടെ കിടക്കുന്നു. വലിയ പോലെ വെറുതെ വിടുന്നില്ല. നോമ്പ് നിങ്ങൾ കാണിച്ച് കണ്ട് ഉമ്മായി തിന്നാൻ പാടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ മൈക്കോടാവോ? അപ്പൊ ഇത് തിന്നത് ലൈറ്റ് അടിച്ചിട്ട് കുറച്ച് കാണുന്നില്ല, മഞ്ഞായോണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഇതേമാതിരി നിങ്ങൾ ആരെങ്കിലും നോമ്പറക്കാൻ പൂളിയും ബീഫും ഉണ്ടെങ്കിൽ പറയട്ടോ. സോറി, പൂളിയും ചിക്കൻ അല്ലേ. അപ്പൊ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ, തിന്നിട്ടില്ല കേട്ടോ. മറ്റേ പൂളവണ്ടി പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ് ഇതിപ്പോ എത്രാമത്തെ ട്രിപ്പാവോ ഗൈസ്? എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നോഹാങ്ക് കൊടുത്ത ടൈമിൽ തന്നെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പാണ്. അല്ലാതെ പറയാട്ടോ റമദാസമാവോ? സത്യം പറയും, സത്യം പറയും. കഴിച്ചോ എങ്ങനെ 2 പ്ലേറ്റാ? അല്ലോ വെറുതെ വന്നത് കഴിച്ച വെറുതെ ഒന്ന് കുറച്ച് കഴിച്ചോ കേട്ടിട്ടില്ല, ഇത്ര കോഴിക്കാണ്. അപ്പൊ എന്തായാലും ഗൈസ് ഫുഡ് ഞാൻ കഴിക്കട്ടെ കേട്ടോ. വിശക്കുന്നുണ്ട്, വേണമെന്നുണ്ട്, വേണ്ടാന്നുണ്ട്. ബാബു മോൾക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഒന്നും തിന്നായിരിക്കാൻ പറ്റില്ല, വിശക്കും. അപ്പം ഗൈസ് എന്താണ് ഇത് കഴിച്ചിട്ട് നിങ്ങളോട് 2-3 കാര്യം പറയാം ഗൈസ്. എന്തായാലും കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ 11ാമത്തെ നോമ്പ് ഇതാ അവിടെ പൂർത്തിയായിരിക്കാണ്. അൽഹംദുലില്ലാ നോമ്പ് കറന്ന് സംസ്കാരം കഴിഞ്ഞാണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോ ഞാൻ ചെറിയൊരു പരിപാടി. നിങ്ങൾക്ക് എന്ത് പരിപാടി പറ. പരിപാടിയൊന്നുമില്ല, പക്ഷെ നമുക്കൊരു അവിടെ ഒരു സംഗതി ഉണ്ട്, മീറ്റിംഗ് കാര്യങ്ങളുണ്ട്. എന്ത് മീറ്റിംഗ് കാര്യം പറയും? ചെക്കന്മാരെ വൈബല്ലേ. എന്ത് പറയും? ഞങ്ങൾക്ക് ചെക്കന്മാർക്കൊക്കെ പടം ഇങ്ങനെ കറങ്ങാൻ പോണ്ട്. എന്നോട് അറിയില്ലല്ല. അങ്ങനല്ല, ഞങ്ങൾ ഇവിടെ അടുത്തേക്ക് പോകും. അപ്പോ എന്താണ് കറങ്ങാൻ പോണ കാര്യം എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ അറിയണേ ഗൈസ്. അപ്പൊ ഏതായാലും എന്റെ മൂണ്ട മറ്റേ ബത്തക്കമായിരിക്കണല്ലേ. അപ്പൊ ഗൈസ് എന്താ പറയാ, ഫുഡ് കഴിച്ച് പള്ള നിറഞ്ഞങ്ങാണ്ട് പിരാന്ത് പിടിച്ച് നിക്കാണ്. പള്ള നിറഞ്ഞ ആരെങ്കിലും പിരാന്ത് പിടിച്ചോ? എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ശ്വാസം കിട്ടൂല ഗൈസ്. ബാബുന് പിന്നെ വയറ് നിറഞ്ഞു. അത് അന്നം കാണാത്ത മാതിരി തിന്ന ആർക്കും ശ്വാസം കിട്ടില്ല ഭക്ഷണത്തോട്. അതൊന്നല്ല, ഒന്നാമത് ഈ പൂളല്ലേ വെച്ചാൽ അപ്പൊ ഗ്യാസ് കയറി വയറെന്ന ഇങ്ങനെ വെക്കണേ. ബാബുന് പിന്നെ ശീലല്ലേ, നമുക്ക് ആ ശീലമില്ലല്ലോ. അങ്ങനല്ല, കൊറേ ഇങ്ങനെ എന്താണ് കൊറേ തിന്നാണ്ട് വയറ് ഫുള്ള് ഇങ്ങനെ ആയിട്ട് ശീലം നമ്മക്കില്ല. ഒന്നും ചെയ്യാം. ചെറിയ കുട്ടിയാണ്, ഒന്നര പാലിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ എടുക്കുക. ഇതപ്പോൾ അങ്ങനെ 11ാമത്തെ നോമ്പും കഴിഞ്ഞല്ലേ. 2 ദിവസം നമുക്ക് വീടാൻ പറ്റില്ല, കൊട്ടാ വീടുണ്ട്. ഇതാ കുറച്ച് സൈറ്റ് ഈ കൊട്ടാവി തന്നെയാണ്. ബാബു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഞാൻ കൊട്ടാവി ഇടുമ്പില്ലേ, അതിന്റെ കൊട്ടാവി കണ്ടാ പിന്നെ വീഡിയോ എടുക്കാൻ തോന്നൂല. അങ്ങനെ എന്തായാലും ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണ്
എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ബാബു ബാബുവിന്റെ ചങ്ങന്മാരായിട്ട് പുറത്ത് പോയിങ്ങാണ്ട് എൻജോയ് ചെയ്യാൻ നിൽക്കാണ്. ഗ്യാസ് കയറിയിട്ട് വയറ് പൊട്ടാൻ നിൽക്കാണ്. ഫുഡ് കഴിച്ചിട്ട് ബീപ്പ് കിട്ടാതെ ഇരിക്കാണ്. സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞ് വെറുപ്പിക്കണ്ട അല്ലാന്ന്. അപ്പോ എല്ലാവർക്കും എന്താണ് അപ്പൊ എന്തായാലും ഗൈസ് നമ്മള് എന്താണ് നിങ്ങള് കുറെ പേര് Q&A ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് ഒരു വട്ടം ഞങ്ങൾ ചെയ്തിട്ടോ, പക്ഷെ അത് വലിയ കോമഡിയാ. ഗ്യാസ് കയറ്റിട്ട് കേസ് അതല്ല, അത് വലിയ കോമഡിയാ. നമ്മള് Q&A ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ട് ഇവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതെ, അപ്പൊ ആ ഒരു ഫ്ലോ പോയോണ്ട് ഞങ്ങൾ ആ Q&A ഒഴിവാക്കി. ഇനി ആദ്യം മുതൽ നല്ലൊരു അടിപൊളി Q&A ഒക്കെ ആയിട്ട് വരണം. ഒന്നാമത് പകല് ടൈം ഇട്ടില്ല അല്ലെ, തിരക്ക്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം കഴിയുമ്പോൾ കിച്ചണിൽ കയറിയ ടൈം പോകും. പിന്നെ പകൽ ഷൂട്ടും കാര്യങ്ങളും തിരക്കൊക്കെയാണ്. ഇൻഷാല്ലാ നമ്മള് വൈകാതെ നമ്മളൊരു Q&A ചെയ്യും. ഒരുപാട് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ അയച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചോദിക്കാനുള്ളത് ഈ കമന്റ് ബോക്സിൽ ചോദിക്കുക അല്ലെ. അത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടില്ലേ എന്നാ അതിൽ തന്നെ ഇഷ്ടം കണക്കിന് ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യത്തിനും നമ്മള് ഏതായാലും നമ്മളിപ്പോൾ 3-4 ദിവസം കൊണ്ട് ഞങ്ങള് കുറച്ച് ദിവസത്തിന് ഇനിയിപ്പോ ഈ വരുന്ന 3-4 ദിവസം ഭയങ്കര ബിസിയാണ്. നാളെ ഇപ്പോ രാവിലെ ഞങ്ങൾക്ക് കോഴിക്കോട്ട് പോകണ്ട്. നാളെ അവിടെ ഒരു പ്രൊമോഷന്റെ കാര്യത്തിന് കോഴിക്കോട്ട് പോകണ്ട്. അപ്പം എന്താണ് അതൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് ബിസി തന്നെയാണ് സത്യം പറയണേ. അപ്പൊ അതുകൊണ്ടാണ് ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടൂല, പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടൂല, അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും Q&A അതുപോലെ തന്നെ വേറെയും കുറെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല വീഡിയോ പക്ഷെ പ്ലാനിങ് നടക്കുന്നുള്ളൂ. അതെ, ഞങ്ങൾ കപ്പിൾസിൻ്റെതായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇടും. അപ്പം എങ്ങനത്തെ വീഡിയോ വേണ്ടത് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ടോ. ഒരു പറയട്ടെ, ഞങ്ങള് കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്, നിങ്ങൾ ഇടാഞ്ഞിട്ടാണ്. ചില നിങ്ങൾ ഇടുന്ന കമന്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്, പക്ഷെ ഒക്കെ എല്ലാം നടക്കണ്ടേ. അതെ, അപ്പം എന്തായാലും ഇനി അധികം നീട്ടി വലിച്ചങ്ങാണ്ട് വൈൻഡപ്പ് ഒരു എന്താ പറയുക പ്രസംഗമാക്കി മാറ്റണില്ല. അപ്പം എന്തായാലും എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ക്ഷീണിച്ചിരിക്കുക. കാരണം ഇനി നമ്മളെ 12ാമത്തെ നോമ്പാണ് നാളെ. രണ്ടാമത്തെ 10 11 നോമ്പ് കഴിഞ്ഞില്ലേ? 11 നോമ്പ് എത്ര പെട്ടെന്നല്ല ഗൈസ്. എന്നപ്പം നോമ്പ് തുടങ്ങിയത് 11 കഴിഞ്ഞാൽ അറിഞ്ഞില്ല. പക്ഷെ ക്ഷീണുണ്ട് കേട്ടോ, ഓരോ ദിവസം കൂടി വരുമ്പോഴത്തേ ക്ഷീണാണ്. എനിക്ക് വെജായി സത്യം, എനിക്ക് വെജായി കൂടുതലാ. ഒന്നാമത് ഇന്ന് പിന്നെ അധികം ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മള് കാരണം പൊരിക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു മെയിനിലെന്ന്. പിന്നെ ജ്യൂസ് ഫ്രൂട്ട്സ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊരിക്കടി ഓരോന്ന് എനിക്ക് ഈ നേരെ ബെജാതാവാ. പൊരിക്കടി കുറെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും, അതിന്റെ റെസിപ്പീസ് ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കും, ഒന്നും നടക്കാറില്ല. അപ്പൊ തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തുടർന്ന് ഇതേപോലത്തെ റംലാൻ വ്ളോഗ്സ് ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇനി റംലാൻ 30 ഇടണം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാ. പക്ഷെ നിങ്ങൾക്ക് ഇട്ടിങ്ങാണ്ട് വെറുതെ ഈ ഒരു ചടപ്പാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 2 ദിവസം ബ്രേക്ക് ആയത്. പിന്നെ ഞങ്ങൾക്ക് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞിട്ട്. അതെ അതെ സപ്പോർട്ട് ഉണ്ടാവുക. അതെ, അപ്പൊ എങ്ങനത്തെ വീഡിയോ വേണ്ടി നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. നമ്മളെ യൂട്യൂബ് ചാനൽ 2 lakh സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി, സബ്സ്ക്രൈബ് ഫാമിലി ആവാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ അല്ലേ. യൂട്യൂബ് മാത്രല്ല ഇൻസ്റ്റ അതേമാതിരി തന്നെ 2 lakh ആവാൻ വേണ്ടി പോവാണ്. 192 ആയി. അതെ, രണ്ടും ഒന്നിച്ചാണെങ്കിൽ രണ്ടിന്റെയും സെലിബ്രേഷൻ ഒന്നിച്ചാണ് കഴിച്ചാൽ മതിയായിരുന്നു അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി യൂട്യൂബിന്റെ അല്ല ഇൻസ്റ്റന്റ് 100K, അന്ന് 50K അല്ല 10K അല്ല 10K മലപ്പുറത്ത് വെച്ചാണ്ട് നടത്തില്ലേ. പക്ഷെ നമ്മള് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പീഡ് കൂടുതൽ യൂട്യൂബിനാണ് തോന്നുന്നു. അപ്പൊ എന്തായാലും ഗൈസ് പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മള് ഒന്നാമത്തെ അറിയോ, ഇൻസ്റ്റയില് വീഡിയോയില് കമ്മിയാണ്. സാധാരണ ഞങ്ങൾ 2 വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആദ്യമൊക്കെ ഇപ്പൊ കുറവാ. എല്ലാം പാടെ നോക്കണ്ടേ. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ പറയാനില്ലല്ലോ. ഇല്ല.